നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട്. എന്നാൽ ആ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില അടിസ്ഥാന മര്യാദകളില്ലേ? പ്രത്യേകിച്ചും സാംസ്കാരിക പ്രബുദ്ധത അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ. ഇപ്പോൾ പുറത്തുവന്ന ഈ ദൃശ്യങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒന്നാണ്. നാഗസാധുക്കൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി വസ്ത്രം ഉപേക്ഷിക്കാറുണ്ട് എന്നത് ശരിതന്നെ. കുംഭമേള പോലുള്ള ഇടങ്ങളിൽ അത് അവരുടെ ആചാരമായി കണ്ടേക്കാം. എന്നാൽ അതേ രീതിയിൽ വിദ്യാലയങ്ങൾ പോലുള്ള പൊതുവിടങ്ങളിൽ കൊച്ചുകുട്ടികൾക്കും സ്ത്രീകൾക്കും മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് എത്രത്തോളം ഉചിതമാണ്? ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 294 പ്രകാരം പൊതുസ്ഥലങ്ങളിലെ നഗ്നതാ പ്രദർശനം കുറ്റകരമാണ്. വിശ്വാസത്തിന്റെ പേരിൽ നിയമം ലംഘിക്കാൻ ആർക്കും അവകാശമില്ല. വിദ്യാലയങ്ങൾ വിദ്യ പകർന്നു നൽകുന്ന ഇടങ്ങളാണ്. അവിടെ ഇത്തരം കാഴ്ചകൾ കുട്ടികളിൽ എന്ത് സ്വാധീനമാണുണ്ടാക്കുക? ഏതൊരു മലയാളി കുടുംബത്തിലെയും അമ്മമാരും സഹോദരിമാരും ഇത്തരം കാഴ്ചകൾ കാണേണ്ടി വരുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്നതാണോ? അന്ധമായ വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ നാടിനെ പിന്നോട്ടേക്കേ നയിക്കൂ. നമ്മുടെ സംസ്കാരം വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ഒരു മാന്യത ആഗ്രഹിക്കുന്നുണ്ട്. അത് ലംഘിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. കേരളത്തിന്റെ പൊതു ഇടങ്ങളിൽ അഘോരി സന്യാസിമാരെത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്കിടയിലേക്ക് വിവസ്ത്രരായി ഇവർ വരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ആളുകൾ. സ്കൂൾ പരിസരങ്ങളിൽ ഇത്തരം കാഴ്ചകൾ കുട്ടികളിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് രക്ഷിതാക്കൾ ആശങ്കാകുലരാണ്. ഭാരതീയ വേദങ്ങളോ ഉപനിഷത്തുകളോ സന്യാസത്തിന്റെ പേരിൽ പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ വിവസ്ത്രരായി നടക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല. സന്യാസം എന്നത് ആത്മീയമായ ഒരു യാത്രയാണ്, അല്ലാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രദർശനമല്ലെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇവരെ കേരളത്തിലേക്ക് അയച്ചതാണെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമാണ്. BJP നേതാക്കൾ ഇവരെ സ്വീകരിച്ചത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന ആരോപണവും ശക്തമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ ഇത്തരം നഗ്നതാ പ്രദർശനം നടത്തുന്നത് നിയമപരമായി തെറ്റാണെന്ന വാദവും ഉയരുന്നുണ്ട്. ആചാരങ്ങൾ വിശ്വാസികൾക്കുള്ളതാണെങ്കിലും അത് ഒരു നാടിന്റെ സാംസ്കാരിക മൂല്യങ്ങൾക്കും പൊതുമര്യാദകൾക്കും വിരുദ്ധമാകരുത്. സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിൽ ഇത്തരം പ്രവണതകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. CK മലബാറിക്ക് വേണ്ടി ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കും.